വീഡിയോയിൽ നമ്മുടെ +1 ഓണം എക്സാമിന്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് മിസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ 2 വർഷങ്ങളിലൊന്നായിട്ട് നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് ഒരു +1 ഓണം എക്സാം ഒന്നും നടന്നിട്ടില്ല. കാരണം നിങ്ങളുടെ അഡ്മിഷനും ഒക്കെ ആയിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ സ്കൂളുകൾ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഓണം എക്സാം ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്യാനില്ല. ആകെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2019 ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അത് വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ തവണ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ലിവിംഗ് വേൾഡ് ഉണ്ട്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം, പിന്നെ നമ്മളുടെ അനിമൽ കിങ്ഡം, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ മോർഫോളജി, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ബോട്ടണിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ കിങ്ഡം, മോർഫോളജി മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് 2019 അനാറ്റമി ഉണ്ടായിട്ടുണ്ട്, അത് ഇത്തവണ നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെയിറ്റേജ് നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് വെയിറ്റേജ് മിസ് വെച്ചിട്ടുണ്ട്. 2019 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ 8 മാർക്കും, പ്ലാൻ കിങ്ഡത്തിൽ 15 മാർക്കും, മോർഫോളജിയിൽ 13 മാർക്കുമാണ് വന്നിട്ടുള്ളത്. ആൻഡ് 2025 നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഒരു 10ഉം ആൻഡ് പ്ലാൻ കിങ്ഡത്തിൽ ഒരു 17ഉം മോർഫോളജിയിൽ 12ഉം ആണ്. കാരണം നിങ്ങളുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം മോർഫോളജിയുടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്, സ്കീം ഓഫ് വർക്ക് പ്രകാരം. ഓക്കെ, അപ്പം പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ആൻഡ് നമ്മുടെ എക്സാമിനറിൻ്റെ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കാൽക്കുലേഷൻ. നിങ്ങൾക്ക് എക്സാം വരുന്നത് ഔട്ട് ഓഫ് 30 ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താ മിസ് ഇവിടെ 39 ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻസും എല്ലാം വെച്ചിട്ടാണ് 39 പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഔട്ട് ഓഫ് 30 ആണ് വരിക. ഇനി നമ്മൾ സുവോളജിയിലേക്ക് വരുമ്പോൾ ലിവിംഗ് വേൾഡ് ഉണ്ട്, അനിമൽ കിങ്ഡം ഉണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2019 നോക്കിയാൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് എല്ലാം സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഓണം എക്സാമിന് ഒരു 5 മാർക്കാണ് എൻ്റെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് 2025. അനിമൽ കിങ്ഡം ആസ് ഓൾവേസ് ഇസ് ദ കിങ്. എത്രയാണ്? 30 മാർക്സിന് നമുക്ക് വെയിറ്റേജ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ലിവിംഗ് വേൾഡിൽ നിന്ന് 2019 നോക്കുകയാണെങ്കിൽ അവിടെ ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ടോപ്പിക് ഒക്കെ ഡിലീറ്റഡ് ആണ്, വളരെ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 4 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇപ്പം നിലവിൽ നിങ്ങളുടെ ലിവിംഗ് വേൾഡ് എന്നുള്ളൂ. അപ്പോൾ ഇതാണ് മിസ്സിൻ്റെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ 2025. ഇവിടെ കൊടുത്തിരിക്കുന്ന റെഫറൻസ് 2019 അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു വെയിറ്റേജ് ഒക്കെ മനസ്സിലുണ്ടാവണം. അനിമൽ കിങ്ഡം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മോർഫോളജി ആൻഡ് പ്ലാൻ കിങ്ഡം ഈ 3 ചാപ്റ്റേഴ്സും ബോട്ടണിയിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് വേറെ ചാപ്റ്റേഴ്സ് ഒന്നും അങ്ങനെ കോമ്പീറ്റ് ചെയ്യാനായിട്ടില്ല. അനിമൽ കിങ്ഡം തന്നെയാണ് കിങ് ആയിട്ട് നിൽക്കുന്നത്. എന്നാലും നമുക്കിതൊന്നും ഒഴിച്ചു വിടാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുക. ഇതിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ +1 ലൈവിൽ നടക്കുന്നത്. അപ്പോൾ ലൈവ് ആരും മിസ് ചെയ്യാതിരിക്കുക. നമുക്ക് ലൈവിൽ കാണാം.